പരിചയമില്ലാത്ത ഒരു വ്യക്തിത്വം. 1980കളിൽ ആരംഭത്തിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരേ ഒരു ഡോക്ടർ മാത്രം. ഇന്ന് നമുക്ക് കണ്ടമാനം ഡോക്ടർമാരുണ്ട്, ആ നാടിൻ്റെ ഒരേ ഒരു ഡോക്ടർ. ഇപ്പോൾ വഴിപോക്കിൽ ഹാരിസിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഡോക്ടറുടെ ക്ലിനിക്, ഫാത്തിമ ക്ലിനിക്. അവിടെ കൊടുവള്ളിയിലെ പാലം ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ, നമ്മളെല്ലാവരും വീട്ടുകളിൽ 4 ചക്രമോ 2 ചക്രമോ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ, ഗൾഫിൻ്റെ വാതായനങ്ങൾ നമുക്ക് തുറക്കാത്തൊരു കാലഘട്ടത്തിൽ, ഇന്നത്തെ പോലെ കാലിന് ഒരു ഡോക്ടർ, തലയ്ക്കൊരു ഡോക്ടർ, പല്ലിന് ഡോക്ടർ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എല്ലാം ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ ഒരു ഡോക്ടറെ നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം ഈ ആരാമ്പ്രത്ത് വിട്ടുപോയിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം ഇന്ന് വീണ്ടും നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുകയാണ്. മാണിക്കൽ ഹുസൈൻ്റെ വീട്ടിൽ അദ്ദേഹം വന്നു ചേർന്നത്. നമുക്ക് ഡോക്ടറെ സംസാരിക്കാം. നമസ്കാരം. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന വിഷയം, താങ്കളുടെ സ്റ്റെതസ്കോപ്പ് വെക്കാത്ത പേഷ്യൻ്റ് ഞങ്ങളുടെ നാട്ടിൽ കുറവായിരിക്കും. ഇത് കാണുന്ന യുവതലമുറയുടെ മിക്കവാറും മാതാപിതാക്കന്മാരുടെയൊക്കെ ശരീരത്തിൽ അങ്ങയുടെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടുണ്ട്, രോഗം നിർണ്ണയിച്ചിട്ടുണ്ട്. അത് അങ്ങനെ. ഇപ്പം എനിക്ക് കുട്ടനാട്ടിൽ നിന്നാണ് അങ്ങ് വരുന്നതെന്ന് കേട്ടു. ഈ കുട്ടനാട്ടിൽ അതീവ പ്രകൃതി ഭംഗിയുള്ള കുട്ടനാട്ടിൽ നിന്ന് അങ്ങ് ഞങ്ങളുടെ ആരംഭം തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതൊന്ന് വിഷയിച്ച് നന്നായിരുന്നു. തിരഞ്ഞെടുത്തൊന്നുമല്ല, നമ്മൾ ഈ ആവശ്യമായിട്ട് ഇവിടെ വന്നു. ഞാൻ ഡോക്ടറായി കഴിഞ്ഞിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീനിയർ ഓർത്തോപീഡിക്സിലേക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് വേറെ ഇവിടെ മാത്രമേ കിട്ടിയുള്ളൂ, സീനിയർ ഓർത്തോപീഡിക്സായിട്ട് ഇവിടെ മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ ഇവിടെ വന്നു. ആ സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, വളരെ കുറച്ച് തുച്ഛമായ പൈസയ്ക്ക് പോകും. അപ്പം അന്നൊക്കെ ആൾക്കാർ പറഞ്ഞു ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, ഉച്ച കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം നോക്കി ഞങ്ങളിങ്ങനെ തപ്പി വന്ന് യാദൃച്ഛികമായിട്ടാണ് ഇവിടെ ഒരു കടയുടെ വന്നപ്പോഴത്തേക്ക് ഇന്നൊരു മുട്ടക്കോയ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ ഞങ്ങളെ സഹായിക്കുന്നത്. മുട്ടക്കോയ മരിച്ചുപോയി. അപ്പം പുള്ളിക്കാരനാണ് ഈ സ്ഥലത്ത് കൊണ്ടുപോയി ഞങ്ങൾ കാണിച്ചത്. അന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ആരോ ഒരാൾ പറഞ്ഞു ഇത് മുകളിലോട്ട് കയറണം, മുകളിലുള്ള സ്ഥലത്താണ് പ്രാക്ടീസ്. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു ഈ അടുത്ത ദിവസം ഏതോ ഒരു പേഷ്യൻ്റ്, നേരത്തെ ഒരു ഡോക്ടർ ഇരുന്നതാണ്. അപ്പോൾ ആരോ പറഞ്ഞു ഈ കുറച്ച് ദിവസം മുമ്പ് ഒരു മറ്റേ ഡോക്ടറെ തപ്പി ഒരു പേഷ്യൻ്റ് വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ആ ഡോക്ടറെ കാണാനെങ്കിലും 2 പേര് വരുമല്ലോ എന്നുദ്ദേശിച്ചാണ് ഇവിടെ എടുത്തത്. പിന്നെ എനിക്കറിയാം, ആദ്യത്തെ ദിവസം തന്നെ 5 പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ 10 അങ്ങനെ ഒത്തിരി പേഷ്യൻ്റായി, അങ്ങനെ പ്രാക്ടീസായി. പിന്നെ അടുത്തൊരു വേറെ സ്ഥലത്തോട്ടൊരു ക്ലിനിക്ക് മാറ്റി. ഡോക്ടർ യാദൃച്ഛികമായിട്ടാണ് വന്നതെങ്കിലും ഞങ്ങൾ എപ്പോഴും പറയാം, ഞങ്ങൾ ആരംഭത്തിലുള്ള ഭാഗ്യമാണ്. എന്താണെന്ന് വെച്ചാൽ ആരംഭത്തിലേക്ക് ഒരു ഡോക്ടറില്ല. ഇപ്പോൾ ഡോക്ടറെ കാണിക്കണമെങ്കിലും ദൂരത്ത് എവിടെയെങ്കിലും പോവുകയും വേണം. മാത്രമല്ല, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ആരംഭത്തിൽ സാമ്പത്തിക അവസ്ഥ മോശം വരുന്നു. കോഴിക്കോട്ടോ ഒരു ഡോക്ടറെ പോയി കാണിക്കണമെന്നൊക്കെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. അപ്പോഴാണ് ഞങ്ങളുടെ മഹാഭാഗ്യത്തിന് എന്ന് തന്നെ പറയാം ഡോക്ടർ ഫാത്തിമ ക്ലിനിക്. ഡോക്ടർ ഉദ്ദേശിച്ചത് സെൻറ്റ് ഫാത്തിമ ആണെങ്കിലും ഞങ്ങൾക്കത് ഞങ്ങളൊരു ഫാത്തിമ പോലെ തന്നെ തോന്നി. ഡോക്ടറെ പെരുമാറ്റം കാര്യം മാത്രമല്ല, ഭാഷയിലും ആ കാലഘട്ടത്തിൽ തന്നെ ഡോക്ടറുടെ ചങ്ങനാശ്ശേരി ഭാഷ അല്ലായിരുന്നു, ഏതാണ്ടൊക്കെ ഞങ്ങൾ കോഴിക്കോട് ഭാഷ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ എവിടെ പോയാലും നമ്മൾ ചിലപ്പോൾ ഒരാളെ കാണുമ്പോൾ ആ ഭാഷ കൊണ്ട് ചിലപ്പം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ പേഷ്യൻസ് വരുമ്പോൾ ഞാൻ ചോദിക്കും എറണാകുളത്താണോ വീട്, അല്ലെങ്കിൽ തൃശ്ശൂരാണോ വീടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ശരിയായിരിക്കും. ആ ഭാഷ ആറനാട്ടിൽ 100 ഭാഷ എന്നാണ് പറയുന്നത്. ഒന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിലൊക്കെ ഡോക്ടർ നാട്ടുകാരൻ തന്നെയായി മാറിയിരുന്നു. എന്ന് വെച്ചാൽ ആരംഭത്തെ കല്യാണത്തിന്, അല്ലെങ്കിൽ ഞങ്ങൾ നോമ്പ് തുറക്കുക, അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ ക്ഷണിക്കപ്പെടുന്ന ഒരു അതിഥിയെപ്പോലെ ആരംഭത്തെ ഡോക്ടറെ കണ്ടു. ഡോക്ടർക്ക് ആരംഭത്തെ ഞങ്ങൾ നാടിനെ പറ്റി എന്താണ് അഭിപ്രായം? ഞാൻ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, നിങ്ങളുടെയൊക്കെ ഈ നാട്ടുകാരുടെ സ്നേഹം കൊണ്ട് ഞാൻ മടുത്ത ഒരു വ്യക്തിയാണ്. അതുമാത്രം സ്നേഹം പേഷ്യൻസിൽ നിന്നും മറ്റു നാട്ടുകാരിൽ നിന്നും ഒക്കെ ഞാൻ അനുഭവിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനിവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ കടകളിലൊക്കെ ഇങ്ങനെ കയറുകയും ഇവിടെ ഒരു കടകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഡോക്ടറെ ഇരിക്കുകയെന്ന് പറയും. ഇരുന്നിട്ട് ഉടനെ ഇരിക്കുന്നതിന് മുമ്പ് ചായ വരും, എവിടുന്നെങ്കിലും ചായ വരും. അത് കഴിഞ്ഞിട്ട് അന്നത്തെ കാലത്ത് ഞാൻ സിഗരറ്റ് വല്ലപ്പോഴൊക്കെ വലിക്കുമായിരുന്നു. ഇന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ കൊണ്ടുപോയി ഡോക്ടർ സിസർ വലിക്കുന്ന പറയും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സിസറും ഞാനൊന്നും വിചാരിക്കുന്നത് സിസർ എന്ന് പറയുന്നത് സിഗരറ്റിന് പറയുന്ന പേരാണ് സിസർ. അതെ, അത് പറയുമ്പോൾ എനിക്കൊരു വിഷയം, സിസ്റ്ററിന് പറയുന്ന സിഗരറ്റിന്റെ പേരാണ് സിസ്റ്റർ. ആ കാലഘട്ടത്തിൽ ഡോക്ടർ ഇല്ലാന്ന് സങ്കല്പിക്കാം. ഒരു ദിവസം കൊണ്ട് ലീവ് എടുത്താൽ വേറെ ഡോക്ടറെ അവിടെ
വെക്കുമല്ലോ, അന്ന് ആൾക്കാർ വന്ന് ചോദിക്കുന്ന ചോദ്യം ഇന്നത്തെ ജോസഫ് ആരാണ്, ജോസഫ് ഡോക്ടർ ആരാണ്. ജോസഫ് ഡോക്ടർ എന്നത് ഡോക്ടർ പര്യായം മാറിയിട്ടുണ്ടെന്നത് വേറെ വിഷയം. ഇന്നത്തെ ഡോക്ടർ ആരെന്നല്ല, ഇന്നത്തെ ജോസഫ് ഡോക്ടർ ആരാന്നാണ് ചോദിക്കുന്നത്. ആ കാലഘട്ടത്തിൽ എനിക്ക് ശരിക്കും ഓർമ്മയുള്ളൊരു വിഷയമാണ്. ഞാനൊരു കാര്യം ഓർക്കുന്നത്, എനിക്കന്ന് 25 വയസ്സേ പ്രായമുള്ളൂ. ഞാൻ ഡോക്ടറെ അടുത്ത് ഒരു സംഭാവനക്ക് വന്നിരുന്നു. ഡോക്ടറെ ഓർക്കാനേ കഴിയില്ല. ആ സംഭാവനക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ചെറിയൊരു പൈസ കിട്ടുള്ളൂ. ഓർക്കപ്പുറത്ത് മരണപ്പെട്ടു പോയൊരു ലോറി ഡ്രൈവറെ ഒരു റിലീഫിന് വേണ്ടിയായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ ഡോക്ടർ ഈ ആരംഭത്തിൽ വെച്ച് എനിക്ക് തന്ന സംഖ്യ മറ്റുള്ള ആരംഭത്തിലുള്ള അതേ പോലെയുള്ള ആൾക്കാർക്ക് വരുന്ന സംഖ്യയെ പോലെ തന്നെ ഒരു വലിയ സംഖ്യ എനിക്ക് തന്നു. അത് ഞാൻ ഇപ്പോൾ വരുന്ന സമയത്ത് എൻ്റെ ഭാര്യയോട് പറഞ്ഞതാണ്. അപ്പം നാടിന്റെ സ്പന്ദനങ്ങളിൽ അദ്ദേഹം സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടുണ്ട്, നാടിന്റെ സ്മെല്ല് അറിഞ്ഞിട്ടുണ്ട്, എല്ലാം അറിഞ്ഞിട്ടുണ്ട്. നാടിന്റെ ഡോക്ടറായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ആ വിഷയം കൂട്ടി പറഞ്ഞത്. ഇനി ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു കൈപ്പറ്റിയ വിഷയം ഡോക്ടർക്ക് നാട്ടിൽ നിന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡോക്ടർക്ക് ഏറെ മധുരമുള്ള അനുഭവം ഈ നാട്ടിൽ നിന്ന് ഏതാണെന്ന് പറയാൻ പറ്റും. എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ എല്ലാം എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് എവരിതിങ് ഓക്കെ എന്ന് പറയാം. എവരിതിങ് ഓക്കെ എന്ന് പറയാം.